ഹായ് ഓൾ, എല്ലാവർക്കും യൂണിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അടുത്ത് നമ്മുടെ ന്യൂസ് പേപ്പറിൽ വന്ന വിദ്യാഭ്യാസ പദ്ധതികളാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ, ഇപ്പം ന്യൂസ് പേപ്പറിൽ വന്നതുകൊണ്ടാണ് ഒരു ക്ലാസ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തേത് വിദ്യാജ്യോതി പദ്ധതിയാണ്. സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 40% അതിനു മുകളിലോ ഭിന്നശേഷിയുള്ളവർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി. ഇപ്പോൾ പല പദ്ധതികളും ഒരു പേരിൽ തന്നെ അറിയപ്പെടും. അപ്പോൾ വിദ്യാജ്യോതി എന്ന് പറയുന്ന പേരിൽ മറ്റു പല പദ്ധതികളും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൺഫ്യൂസ്ഡ് ആകരുത്. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം വിദ്യാജ്യോതി എന്ന് പറയുന്ന പദ്ധതി എന്താണ്. അപ്പോൾ ഇവിടെ പറയുന്നത് സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 40% അതിനു മുകളിലോ ഭിന്നശേഷിയുള്ളവർക്ക് സഹായം നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് വിദ്യാജ്യോതി. 9-10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്ക് 1000 രൂപ, യൂണിഫോമിന് 1500 രൂപ. അപ്പോൾ ഈ ഒരു വിദ്യാജ്യോതി പദ്ധതിയിലൂടെ 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിക്കാനായി 1000 രൂപയും അതുപോലെ യൂണിഫോമിന് 1500 രൂപയുമാണ് ധനസഹായമായി നൽകുന്നത്. +1, +2 പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്ക് 2000 രൂപയും യൂണിഫോമിന് 1500 രൂപയും. അപ്പോൾ +1, +2 അതുപോലെ പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്ക് 2000 രൂപയും യൂണിഫോമിന് 1500 രൂപയുമാണ് ഈ ഒരു പദ്ധതിയിലൂടെ കൊടുക്കുന്നത്. ഇനി ഡിഗ്രി, ഡിപ്ലോമ, പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പഠനോപകരണങ്ങൾക്ക് 3000 രൂപയും കൊടുക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ എന്താണ്, ഭിന്നശേഷിയുള്ളവർക്കാണ് ഈ ഒരു സഹായം കൊടുക്കുന്നത്. 9-10 ക്ലാസ് ആവുമ്പോൾ പഠനോപകരണങ്ങൾക്ക് 1000 രൂപ, യൂണിഫോമിന് 1500 രൂപ. +1, +2 പോളിടെക്നിക് ആവുമ്പോൾ പഠനോപകരണങ്ങൾക്ക് 2000 രൂപയും യൂണിഫോമിന് 1500 രൂപയും. ഡിഗ്രി, ഡിപ്ലോമ, പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനായി 3000 രൂപയും കൂടെയാണ് ഈ പദ്ധതിയിലൂടെ നൽകുന്നത്. ഇനി അടുത്ത വിദ്യാകിരണം പദ്ധതി. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് ക്ലാസുകളുടെ അടിസ്ഥാനത്തിൽ 10 മാസത്തേക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. അപ്പോൾ ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്കാണ് വിദ്യാകിരണം പദ്ധതിയിലൂടെ ധനസഹായം കിട്ടുന്നത്. അപ്പോൾ 1 മുതൽ 5 ക്ലാസ് വരെയാണെങ്കിൽ 300 രൂപയും 6 മുതൽ 10 വരെ ക്ലാസ്സുകൾക്ക് 500 രൂപയും. +1 ITI തത്തുല്യ കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾക്ക് 750 രൂപ. അതുപോലെ ഡിഗ്രി, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവർക്ക് 1000 രൂപയുമാണ് ധനസഹായമായി ലഭിക്കുന്നത്. അപേക്ഷകന്റെ 2 കുട്ടികൾക്കേ സ്കോളർഷിപ്പ് അനുവദിക്കൂ. അപ്പോൾ വരുമാന പരിധി 1 ലക്ഷം രൂപയായിരിക്കണം. അപ്പോൾ വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ കൂടാനായിട്ട് പാടില്ല. അതുപോലെ ഒരു വീട്ടിലെ 2 കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു ധനസഹായം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയാണെങ്കിൽ മാസം 300 രൂപയും 6 മുതൽ 10 വരെ ക്ലാസ്സുകൾക്ക് മാസം 500 രൂപ. +1 ITI തത്തുല്യ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് 750 രൂപ മാസം കിട്ടുന്നുണ്ട്. അതുപോലെ ഡിഗ്രി, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവർക്ക് 1000 രൂപ. അപ്പോൾ വിദ്യാകിരണം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കല്ല, ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് കിട്ടുന്ന പദ്ധതിയാണ് വിദ്യാകിരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത് വിജയാമൃതം പദ്ധതിയാണ്. ന്യൂനതകളോട് പൊരുതി ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്നവർക്കുള്ള പദ്ധതിയാണ് വിജയാമൃതം പദ്ധതി അധികം പബ്ലിസിറ്റി ഒന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ വിദ്യാജ്യോതിയും വിദ്യാകിരണം ഒക്കെ ഇതിനു മുൻപ് ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിജയാമൃതം നോട്ട് ചെയ്ത് വെക്കുക. ന്യൂനതകളോട് പൊരുതി ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്കുള്ള പദ്ധതിയാണ് വിജയാമൃതം പദ്ധതി. ബിരുദതലത്തിൽ ആർട്സ് വിഷയത്തിൽ 60%, ശാസ്ത്ര വിഷയങ്ങളിൽ 80%, ബിരുദാനന്തര ബിരുദ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് 60% മാർക്കും നേടണം. അപ്പോൾ വിജയാമൃതം പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കണമെങ്കിൽ എന്താണ്, നമ്മുടെ ബിരുദതലത്തിൽ, ഡിഗ്രി തലത്തിൽ ആർട്സ് വിഷയമാണെങ്കിൽ 60%-ൽ കൂടുതൽ മാർക്കും, സയൻസ് സബ്ജക്റ്റുകളാണെങ്കിൽ 80%-ൽ കൂടുതൽ മാർക്കും, അതുപോലെ ബിരുദാനന്തര ബിരുദ പ്രൊഫഷണൽ കോഴ്സുകളാണെങ്കിൽ 60%-ൽ കൂടുതൽ മാർക്കും നേടിയവർക്കാണ് ഈ വിജയാമൃതം പദ്ധതിയിലൂടെ ധനസഹായം കിട്ടുന്നത്. അപ്പോൾ ഇത് ന്യൂസ് പേപ്പറിൽ വന്ന പദ്ധതികളായതുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ LP-UP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഒരുപാട് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.